ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പുതിയ ക്ലാസിക് റേറ്റ് വന്നിരിക്കുകയാണ് വിത്ത് നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്ന M4 ക്ലേഷ്യറിൻ്റെ സ്കിൻ ഉൾപ്പെടെ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു മികച്ച തീരുമാനം ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ ഒരു 5-6 മാസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. അതെ ഗൈസ്, എൻ്റെ അടുത്ത് 300 ക്ലാസിക് റേറ്റ് കൂപ്പണാണ് ഇരിക്കുന്നത്. 300 അല്ല, 300-ലധികം ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ, നേരെ നമ്മുടെ ക്ലാസിക് റേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ക്ലാസിക് റേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഗണ്ണെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 300 എണ്ണം ഉണ്ടായിരുന്നതിൻ്റെ അഹങ്കാരമാണെന്ന് കുട്ടിക്കോ. നമ്മൾ ഒന്നിനും നിൽക്കുന്നില്ല. നമ്മൾ ആദ്യം തന്നെ ക്രേറ്റ് ഓരോ കൂപ്പൺ വെച്ച് കറക്കാൻ വേണ്ടി പോവാം. അതെ ഗൈസ്, നമുക്കൊരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടാണ് BGM തന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്രേറ്റിൽ എന്താണ് നോക്കാം. പാൻറ് ഗൈസ്, അതൊരു പച്ച കളറുള്ള ഇത് വരുന്നുണ്ട്. എന്തായിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്തത് നോക്കാം. പിന്നെയും പാൻറ് ഗൈസ്. പാൻറ് ഇടാൻ നടക്കുന്നുണ്ടോ തോന്നുന്നു. എനിക്ക് പാൻറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഷർട്ട്, കുഴപ്പമില്ല. അടുത്തത് നോക്കാം. ഷൂസ്. പാൻറ്റായി, ഷർട്ടായി, ഷൂസായി. ഇനി അടുത്തത് എന്താണോ ഗൈസ്? പിന്നെയും ഷർട്ട് ഗൈസ്. നമ്മൾ 300 ക്രേറ്റ് ഇതോടുകൂടി തീരുമോ നോക്കാം. പിന്നെയും ഷർട്ട്. ഇനി എന്താണോ? പിന്നെ പാൻറ് ഗൈസ്. 4-5 ജോഡി പാൻറ്റും ഷർട്ടും ആയി. ഇപ്പം നമുക്ക് BGM തന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്കിന്നാണല്ലോ അത്. ഗണ്ണിൻ്റെ സ്കിന്ന് കിട്ടി തുടങ്ങി. ഇനി നമുക്ക് ചിലപ്പോൾ അടുത്തയിലായിരിക്കും നോക്കാം. ഗൈസ് മാസ്ക് ഗൈസ്. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടും. നമുക്ക് ഓരോ ക്രിയേറ്റ്. പിന്നെയും ഷർട്ട്. അടുത്തെന്താണോ? പിന്നെയും ഷർട്ട് ഗൈസ്. അതും ഈ ബ്ലാക്ക് ഷർട്ടാണല്ലോ എനിക്ക് കിട്ടുന്നത് അധികം. ബ്ലാക്ക് ഷർട്ടിൽ എന്തോ ഒന്ന് എനിക്ക് കൈവീശം വെച്ച് തന്നിട്ടുണ്ട്. ഷൂസ്. എന്താണ്? ഷർട്ട് ഗൈസ്, ഷർട്ട്. BGM ആയി. എന്താണിത്? 4-5 പേരായേ. ഒന്ന് മാറ്റി പിടിക്കണേ. ഒരു പാരച്യൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് താഴെ. പിന്നെ ഓറഞ്ച് ഷർട്ട്. ഇപ്രാവശ്യം വ്യത്യാസമുണ്ട്. ടീഷർട്ടാണ് ഗൈസ്, ടീഷർട്ട്. ഞാൻ അടുത്തത് പോരട്ടെ. ഓഹോയ്. നെക്സ്റ്റ് തൊപ്പി. മാറ്റി പിടിക്കുന്നുണ്ട്. അടുത്തത് ഇതുമാണ് ഷൂസ്. ഷൂസ് 2ാമത്തെ തവണ എനിക്ക് കിട്ടുന്നത്. ഷർട്ട് ഗൈസ്. എനിക്ക് ഈ ജാക്കറ്റ് നേരത്തെ കിട്ടിയിരുന്നു. അടുത്ത തവണയാണ്. ഇനി എന്താ? പാൻറ്. ഈ വെള്ള പാൻറ് എത്ര നേരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് മാറ്റി പിടിക്കുക BGM. ഷൂസ് ഗൈസ്. ഷൂസ്. നോട്ട് ബാഡ്. പിന്നെയും ഷൂസ്. ഈ ഷൂസും ഷർട്ടും പാൻറ്റും മാത്രം തീരുമോ? 300 ക്രേറ്റ്. ചെറിയ വിഷമമുണ്ടായി. ഒന്ന് മാറ്റി പിടിക്കും BGM. പ്ലീസ് BGM. ഒരു ബാഗ് കിട്ടി. ബാഗ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടെന്നാണ് തോന്നുന്നു. നോക്കാലോ. ബ്ലാക്ക് ഷർട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5-6ാമത്തെ തവണയാണ് കിട്ടുന്നത് തോന്നുന്നത്. അടുത്തത് ബ്ലാക്ക് ഷൂസ്. ഈ ബ്ലാക്ക് ഷൂ, ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് പാൻറ് വല്ല പറയുന്നില്ല. എപ്പോഴും ഗ്ലേസർ സ്കിന്ന് കിട്ടാൻ കുറച്ച് പണിയാണെന്ന് കേട്ടിട്ടുണ്ട്. കൊള്ളാം. ഇപ്പം അത്യാവശ്യം ഒരു ലെജൻഡറി ഐറ്റം കിട്ടി.
വയലറ്റ് പർപ്പിൾ കളർ. വാവ് ഗൈസ്, സ്നോപ്പോ പാരച്യൂട്ട്. നമുക്കൊരു ലെജൻഡറി ഐറ്റം കിട്ടിയിരിക്കുകയാണ് ഗൈസ്, പാരച്യൂട്ട്. നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്തി. നമ്മുടെ ഗണ്ണിലേക്കുള്ള കിട്ടിയതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു എനിക്കിത്. നോക്കാം. ഓറഞ്ച് ഷർട്ട് ഗൈസ്, ആകെ തടപ്പിച്ചു. നോക്കാം. പ്രതീക്ഷ കൈവിടരുത് ഗൈസ്, പ്രതീക്ഷ കൈവിടരുത്. മാസ്ക് ഗൈസ്, ടവൽ കൊണ്ടുള്ള മാസ്ക്. എന്തുവാ നോക്കാം. വെള്ള പാൻറ് ഒരു അഞ്ചാറ് തവണയെങ്കിലും കിട്ടിക്കാണൂല്ലേ ഇപ്പം. വെള്ള പാൻറ്റും കറുത്ത പാൻറ്റും. കറുത്ത ഷർട്ട് ഗൈസ്, കറുത്ത ഷർട്ട്. എനിക്ക് അധികം കിട്ടുന്ന ഈ കറുത്ത ഷർട്ടാണ്. ഇങ്ങോട്ട് കറുത്ത ഷർട്ട് ഇട്ടിട്ട് കളിച്ചാലോ എന്ന് ആലോചിക്കും. ഓ ഗായ്സ്, ആ കറക്കം കണ്ടപ്പോൾ ഞാനൊന്ന് പ്രതീക്ഷിച്ചു ഗൈസ്. മിത്തിക്കായിട്ടുള്ള ഐറ്റാണ് കിട്ടിയേക്കുന്നത്, പക്ഷേ ടൈം ലിമിറ്റഡാ, 7 ദിവസമേ കിട്ടുള്ളൂ. നോക്കാം ഗായ്സ്. വേറൊരു സെറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു ഷൂവും മഞ്ഞ ഷർട്ടും ട്രൗസറും ഒക്കെ ഉണ്ട്. അടുത്തത് ഹെൽമെറ്റ് ഗൈസ്, ഹെൽമെറ്റ് വെച്ചാൽ ആരും ബൈക്ക് ഓടിക്കരുത് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു പറയാൻ തോന്നി, പറഞ്ഞു. തെറ്റായെങ്കിൽ ക്ഷമിക്കുക. ഇതൊരു പാൻറ് കിട്ടും. അടുത്തത് ഗായ്സ്, നിങ്ങളൊന്നും എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇതിൽ എന്ത് കിട്ടുന്നതെന്ന് മനസ്സിലാവില്ല. ഞാൻ ഓരോന്ന് വെച്ച് കറക്കാണ്. അത് സ്കിപ്പ് പോലും അടിക്കാതെയാണ് കറക്കുന്നത്. നമുക്ക് ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് BGMA പരീക്ഷിക്കാം. അവസാനം BGMA മടുത്തിട്ട് BGMA നമുക്ക് ക്ലീഷറിൻ്റെ സ്കിറ്റ് തന്നാലോ? ഒന്നും അറിയത്തില്ല, നോക്കാം. ഷൂസ് കുറേ നേരമല്ലേ കിട്ടുന്നത്. ഈ ബാക്ക് അടിച്ചാൽ നമുക്ക് ഫ്ലോ വേണ്ടല്ലേ, ബാക്ക് അടിക്കണ്ടല്ലേ. വെള്ള ഷർട്ട് കഴിച്ചു, കുറേ യൂണിഫോം ഷർട്ടാണ് അധികവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ ആയതുകൊണ്ടായിരിക്കും. ബ്ലാക്ക് ഷർട്ട് ഗൈസ്, ബ്ലാക്ക് ഷർട്ടിൻ്റെ എത്രാമത്തെ എണ്ണാവും? ഷൂസ് ഗൈസ്. അടുത്തത് പോരട്ടെ ഗായ്സ്. എന്താണിത് ഗായ്സ്? ഒന്നും BGMA പറയും. നമ്മൾ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ക്ഷമയോട് കൂടിയിട്ട് എന്തെങ്കിലും നല്ലത് തന്നൂടെ? തന്നൂടെ? ഗ്ലേഷ്യർ തന്നില്ലെങ്കിലും ഡ്രസ്സെങ്കിലും, അമിത്തിക്കായിട്ടുള്ള ഡ്രസ്സെങ്കിലും ഒന്ന് തന്നൂടെ? പാൻറ് ഗൈസ്, ബ്ലാക്ക് പാൻറ്. ഗൈസ്, ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിങ്കിൽ ഒരു പ്രത്യേകതര ഡിസൈൻ. എടുക്കുന്നു. ഓറഞ്ച് ടീഷർട്ട് ഗൈസ്, ഓറഞ്ച് ടീഷർട്ട്. അടുത്തത് പോലത്തെ പോയി. ഓ ഗായ്സ്, നല്ലൊരു കറക്കമായിരുന്നു ഗായ്സ്. ടൈം ലിമിറ്റഡ് മിത്തിക്കുക തന്നെ നമ്മളെ പറ്റിച്ച്. നോക്കാം. പ്രതീക്ഷ കൈവിടരുത്. നമ്മൾ എന്ത് വന്നാലും ഒറ്റ സ്ട്രീം ആ ഫ്ലോ നമ്മൾ പോക്കാതെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. 300 ക്രേറ്റ് ഉണ്ട് ഗായ്സ്, ചില്ലറയല്ല, 300 ക്രേറ്റ് ഉണ്ട്. ഇത് കറക്റ്റ് തീരുമ്പോഴത്തേക്കും ഒരു സമയമാവും. എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഇനിയും ഓറഞ്ച് ടീഷർട്ട് ഗായ്സ്. നോക്കാം. BGMA നമ്മൾ കളിപ്പിക്കുന്നതിനനുസരിച്ച് BGMA സമയമായിട്ടോ പോകുന്നത്. നമുക്ക് സമയത്തിന് വലിയ വിലയൊന്നുമില്ല. വേഗം നമുക്ക് ലേറ്റ് തന്നാൽ വേഗം നമ്മൾ ഈ പരിപാടി നിർത്തും. പറയട്ടെ, ഷൂസ് ഗൈസ്, ഷൂസ്. ഒന്നും അങ്ങോട്ട് തരുന്നില്ലല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ബ്ലാക്ക് ഷർട്ട് ഗൈസ്, ബ്ലാക്ക് ഷർട്ട്. മറ്റേ മന്ത്രം വല്ലതും ജപിക്കേണ്ടി വരുമോ? ഓഹ് ഗായ്സ്, ഈ ഒരു കറക്കാണ് ഗായ്സ് സഹിക്കാൻ പറ്റാത്തത്. എന്തോ ആണ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഡൗൺ ടൈം കിട്ടും. ദേ ഗായ്സ്, പിന്നെ ആ ബാഗിന് സ്കിൻ കിട്ടി. നോക്കട്ടെ, പോരട്ടെ. പാൻറ്, ഈ പാൻറ് ആദ്യമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഇതുവരെ മറ്റേ യൂണിഫോം ടൈം പാൻറ് കിട്ടിക്കൊണ്ടിരുന്നു. നോക്കാം. ഷർട്ട്, ബ്ലാക്ക് ഷർട്ട്. ഈ ബ്ലാക്ക് ഷർട്ട്
എന്തോ ഒന്നുണ്ട്, എൻ്റെ പേരിൽ എന്തോ ഉണ്ട് ഈ ബ്ലാക്ക് ഷർട്ട്. എൻ്റെ ഫേവറേറ്റ് ഷർട്ടാണ് കേട്ടോ റിയൽ ലൈഫിൽ. പക്ഷേ നോക്കാം എന്താ കൈസ് ഇത്. വൈറ്റ് ഷർട്ട്, വൈറ്റ് യൂണിഫോം. നമ്മൾ ഈ ഫ്ലെയർ ഇങ്ങനെ വിടുമ്പോൾ നമുക്കിങ്ങനെ ഓരോ നിമിഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലെജൻഡറി കിട്ടും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറ്റി നിർത്തിയിട്ട് വിജയം നമുക്ക് തരുന്നത് വേറെ എന്തൊക്കെയോ തന്നാൽ തന്നെയാണ് പിന്നെയും പിന്നെയും തന്നുകൊണ്ടിരിക്കുന്ന കാര്യം. കെട്ടിക്കിടക്കുന്നുണ്ട് തോന്നുന്നു. ഗൈസ് കിട്ടിയ പാരച്യൂട്ട് അത് നേരത്തെ എനിക്ക് റിയൽ കിട്ടിയത് ടൈം ലിമിറ്റഡ് അല്ലാത്ത കിട്ടി. എന്നിട്ട് പിന്നെ അതിൻ്റെ ടൈം ലിമിറ്റഡ് ആയിരുന്നു. എന്ത് കളി. ഷൂസ് ഗൈസ് പോരട്ടെ 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 പോരട്ടെ. ഷർട്ട്, ജാക്കറ്റ്. ഈ ജാക്കറ്റ് 3-4 പ്രാവശ്യം കിട്ടുന്നത്. ബ്ലൂ ജാക്കറ്റ് പോരട്ടെ പോരട്ടെ. വൈറ്റ് ഷർട്ട്. ഓ ഇത് ടൈ ജോലിയില്ലാത്ത എനിക്ക് കൈ കിട്ടിയിട്ട് ഷർട്ട് അയച്ചു. പാൻറ് പാൻറ് ഗായ്സ് 2 പ്രാവശ്യം അടുപ്പിച്ച് പാൻറ്. സെയിം കളറിലെങ്കിലും ഒരു ചേഞ്ച്. തെറ്റാണെന്നറിയില്ല. ഇതാ ഈ കിടക്കുന്ന ബ്ലാക്ക് ഷർട്ട്. ഇത് എത്രാമത്തെ തവണയാണോ എന്തോ ഈ ബ്ലാക്ക് ഷർട്ട് കിട്ടുന്നത്. ഗായ്സ് മടുക്കുന്ന ഗായ്സ്. നോക്കാം നമ്മൾ. പക്ഷെ പ്രതീക്ഷ കൈവിട്ടു. നമ്മളെല്ലാവരെയും ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ് പ്രതീക്ഷ. നമ്മൾ ആരൊക്കെ തളർത്താൻ നോക്കിയാൽ തളരില്ല. കാരണം നമ്മുടെ അടുത്ത് 300 ക്രേറ്റ് ഉണ്ട് ഗായ്സ്. 300 ക്രേറ്റ്. അതിപ്പം തീരുന്ന തോന്നുന്നേ. എന്നിരുന്നാലും നമ്മൾ തളരില്ല കാര്യം. പറയുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്നിരുന്നാലും നമ്മൾ തളരില്ല. തൊപ്പി പൊളി. ഇനി നമുക്ക് എല്ലാത്തിനെയും കൗണ്ട് നോക്കാം. എത്ര എണ്ണം നമുക്ക് കിട്ടിയതിനെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. ഷൂസ് കുറച്ചുണ്ട്. 6 എണ്ണം അങ്ങനെ ആയി തോന്നുന്നു. ഇത് മറ്റേ 7 ഡേയ്സിൻ്റെ ലെജൻഡറി. എനിക്കിത് സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. റെഡ് കളറിൽ മിക്സ് വരും, വയലറ്റ് കളറിൽ ലെജൻഡറി വരും. അങ്ങനെയല്ല, പിങ്ക് കളറിൽ ലെജൻഡറി വരും, വയലറ്റ് കളറിൽ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പിന്നെ ബ്ലൂ, പിന്നെ അതിൻ്റെ അങ്ങനെയാ തോന്നുന്നു. എനിക്കിത് മറന്നു. നമ്മളെ കുറേ നേരം നോക്കിയിട്ട് അതിൽ പർപ്പിളുള്ള എന്തോ ആയിട്ടാണ്. ഇനി അടുത്ത എന്താണാവോ? ബാഗ് ഗൈസ്. 3ാമത്തെ പ്രാവശ്യമായി ബാഗ് കിട്ടുന്നത്. 5 എണ്ണം ഉണ്ട് ഇൻവെൻട്രിയിൽ വെറുതെ കിടക്കുന്നത്. ഇതൊക്കെ തൂക്കി വിറ്റാൽ ചെറിയ സിൽവർ പോയിൻറ്റ്സ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കമൻസിൽ വായിച്ചിട്ടുണ്ട് എത്ര 790 ക്രേറ്റ് തുറന്നിട്ട് M4 കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് കണ്ട് ഗൈസ്. കാരണം 6 വർഷത്തിലധികമായി, 6 വർഷത്തോളമായി. 6 വർഷത്തിലധികമായോ എന്നറിയില്ല, എന്തായാലും 6 വർഷത്തോളമായി കളിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളോട് എന്തെങ്കിലും മനക്കുമ്പോൾ തോന്നി വിജയമേ തരുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഗ്ലേഷ്യറൊക്കെ പണ്ടേ എടുത്ത് പോകേണ്ടതായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ ഇങ്ങനെ ക്രേറ്റ് ഓപ്പണിംഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ റോയൽ പാസ് ഉണ്ടെന്നോ അന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. നമുക്ക് ജസ്റ്റ് PUBG ഓപ്പൺ ചെയ്യുന്നു, സ്റ്റാർട്ട് കൊടുക്കുന്നു, കളിക്കുന്നു. അത് എങ്ങനെ കളിക്കാമെന്ന് പോലും അറിയില്ല. ചുമ്മാ കാണുന്നവരൊക്കെ വെടിവെച്ച് പോകാനായിരുന്നു നമ്മളെ പണി. പിന്നെ ഈ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ്, അതായത് യൂട്യൂബിലൊക്കെ കുറേ സ്ട്രീമേഴ്സ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് PUBGനെ പറ്റി അറിയാൻ പറ്റി. നേരാണ് PUBG ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. വേണ്ട ഒരു സ്കിൻ കിട്ടിയല്ലോ, നല്ലൊരു കുപ്പായം കിട്ടി. അടുത്തത് എന്താണെന്ന് നോക്കാം. ഷൂസ്. നമുക്ക് ഓരോ കാർക്കലിനും RP പോയിന്റ് 5 വീതം വെച്ച് കയറുന്നുണ്ട് കേട്ടോ. ഇത് RP പോയിന്റ് കയറി നമുക്ക് RP സ്പിൻ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു സ്കീമാണ്. 300 × 5 ചെയ്ത് കഴിഞ്ഞാൽ 1500 RP പോയിന്റ്സ് നമുക്ക് കിട്ടും. അതായത് 75 RP പോയിന്റ് വെച്ചിട്ട് ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 30
100ഓളം ക്രേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. കാശ് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. കാശ് എന്തായാലും ഗുണമില്ലാത്ത എന്തൊക്കെ സാധനങ്ങളാണെന്ന് മാത്രം അറിയാം. എന്ത് വന്നാലും നമ്മൾ ഹാപ്പി. വൈറ്റ് ഷർട്ട് പക്ഷെ തന്നെ വീണ്ടും വരുമ്പം ഒരു ചടപ്പ് വരുന്നുണ്ട്. അതാ മാത്രമാണ് പക്ഷേ പോയിന്റ് കിട്ടുന്നതാണ് എനിക്കൊരു പ്രതീക്ഷ. ഇതൊരു ഡ്രസ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു ചില പർപ്പിൾ ഐറ്റംസ് കിട്ടുന്ന നമുക്ക് പോയിന്റ്സ് കയറുന്നുണ്ടല്ലോ, ഒരു ഡയമണ്ട് എന്താണെന്ന് അറിയുന്നവരെങ്ങനെ കമൻ്റ് ഇടാവോ? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അടുത്ത പോരട്ടെ. ഷൂസ് ഗൈസ്, ഷൂസ് അടുത്ത പോരട്ടെ. ഒരു കുപ്പായം. ഈ കുപ്പായം എനിക്ക് ഇഷ്ടപ്പെട്ട കുപ്പായം. ഇതിൻ്റെ നേരത്തെ ഒരു പിങ്ക് കളർ കിട്ടിയിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇറ്റ്. ഇനി എന്താണാവോ നമുക്ക് കിട്ടാൻ വേണ്ടി പോകും. പിന്നെയും ഷൂസ് ഗൈസ്, ഷൂസാണ് ഗൈസ്. ക്രേറ്റ് ആയോ അവസാനം ക്രേറ്റ് വരുന്ന ക്രേറ്റ് യൂസ് ചെയ്തിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുങ്ങും ഗൈസ്. നോക്കാം. വെള്ള ഷൂസ്, ബ്ലാക്ക് പാൻറ്, ഇത്ര യൂസ് ചെയ്യുന്നുണ്ട്. ഗൈസ് 100 ക്രേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. 100 ക്രേറ്റ് സിംഗിളായിട്ട് നമ്മൾ 100 ക്രേറ്റ് ഓപ്പൺ ചെയ്തു ഗൈസ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 100 ക്രേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും തന്നില്ല വിജയം ഭായി. ഭയങ്കര മോശമാണ് കേട്ടോ. ആകെ ഒരു പാരച്യൂട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മോശമായിപ്പോയി. നമുക്കൊന്ന് ബാക്കടിച്ച് ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ എന്താണ് എന്തോ മിത്തിക് ഐറ്റംസ്, ലെജൻഡറി ഐറ്റംസ്. ഇതെന്താണ്? വിഷ് ലിസ്റ്റ് ആണോ? ഇത് നമുക്കൊന്ന് കൊടുത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നിങ്ങളെ ഞാൻ വെറുതെ ബോറടിക്കുന്നില്ല ഗൈസ്. അത് ഞാൻ കൊടുത്തു, അത് നെക്സ്റ്റ് അടിച്ചു, ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒന്ന് ബോറടിച്ചില്ല, വേറൊന്നുമില്ല. വെറുതെ എന്തിനാണ് നമ്മുടെ വീഡിയോയിലേക്ക് അടിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് M4 ഗ്ലേഷ്യറിന് വേണ്ടിയിട്ടാണ് എനിക്കറിയാം. അത് വേഗം തൊപ്പി സ്കിപ്പ് അടിച്ചപ്പോൾ ഈ ടൈം ലിമിറ്റഡാണല്ലോ കിട്ടുന്നത്. അതൊന്ന് സ്കിപ്പ് അടിച്ചു പോയതാണ്. നമ്മൾ അടിച്ച ശീലം കൊണ്ട് അടിച്ചു. ഓ ഗായ്സ്, ഞാൻ പെട്ടെന്നൊന്ന് പ്രതീക്ഷ കേട്ടോ. ലെജൻഡറി ആണെന്ന് വിചാരിച്ചു. ലെജൻഡറി അല്ല, നമ്മുടെ ഗ്ലേഷ്യറാണെന്ന് വിചാരിച്ചു. സ്നൈപ്പർ കിട്ടി ഗൈസ്, നല്ല സ്കിൻ കിട്ടി. ഓടിനൊരു തൊപ്പി കിട്ടി ഗൈസ്. എന്താണ്? വീണ്ടും തൊപ്പി ഗൈസ്. 2 തൊപ്പി അടുപ്പിച്ച് 2 തൊപ്പി ഗൈസ്. 2 തൊപ്പി. ഒരു സ്കിൻ കിട്ടി ഗൈസ്, നല്ലൊരു സ്കിൻ. ക്യൂബി നല്ലൊരു സ്കിൻ. അടുത്തതെന്താണ്? പൊളി ഷൂസ്, വൈറ്റ് ഷൂസ്. ഓൾറെഡി 6 ഇപ്പുണ്ട്. എല്ലാം ഞങ്ങൾ തൂക്കി വെക്കടാ. തൂക്കിയിട്ട് ഞാൻ സിൽവർ കോയിൻ ഉണ്ടാകും. സിൽവർ കോയിൻ എത്ര കിട്ടുന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കറക്കി കിട്ടിയ സിൽവർ കോയിൻസ് വെച്ചിട്ട് ഒരു താജ്മഹൽ ഞാൻ പണിയും ഗൈസ്. നോക്കാം അടുത്തത് എന്താണോ എന്തോ. ബ്ലാക്ക് പാൻറ്റിൻ്റെ വേറൊരു വെർഷൻ. ഒരു നേരം വേറൊരു ടൈപ്പായിരുന്നു, ഇപ്പം വേറൊരു വെർഷൻ കിട്ടി. ഇനി നമുക്ക് 199 വിഷമണ്ടിട്ടാണ്. ബ്ലാക്ക് ഷർട്ട്. ബ്ലാക്ക് ഷർട്ട് എനിക്ക് ബുള്ളറ്റാണോ മനസ്സിലാവുന്നില്ല. അത് കിട്ടിയതിന് ശേഷം പിന്നെ എല്ലാം ഇതുപോലത്തെ ഐറ്റംസ് കിട്ടുന്നത്. വൈറ്റ് പാൻറ്, ബ്ലാക്ക് ഷർട്ട്, വൈറ്റ് പാൻറ്, ബ്ലാക്ക് ഷർട്ട്, തൊപ്പി, ഷൂ. കൊള്ളാം. അങ്ങനത്തെ സെറ്റുകളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ കുറച്ച് സെറ്റുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇതിൽ. ഗൈസ് ലെജൻഡറി ഐറ്റം. ലെജൻഡറി ഉണ്ടാ നമ്മുടെ ഗ്ലേഷ്യർ. മറന്നുപോയി ഗൈസ്. മിത്തിക് എങ്കിലും തരൂ ഗൈസ്. ഒരു മിത്തിക് ഐറ്റംസ് എങ്കിലും തരൂ. ഒരു മിത്തിക് ഒരേ ഒരു മിത്തിക്. ആഹാ, ഹെൽമെറ്റ്. മിത്തിക് ചോദിച്ചപ്പോൾ കളറുള്ള ഹെൽമെറ്റ് ഒന്ന്
മാനസികമായി വേദനിപ്പിച്ചു അല്ലേ. തൊപ്പി ഗൈസ്, തൊപ്പി 192 സത്യം പറഞ്ഞാൽ വിഷമം വരുന്നുണ്ട്. കാരണം പുറത്തുനിന്നല്ല, ഒരു 6-7 മാസത്തിൻ്റെ അധ്വാനമാണ് ഈ കാണുന്ന ഈ ഇത്രയും കൂപ്പൺസ് എന്ന് പറയുന്നത്. നമ്മൾ ദൂരത്തടിക്കാതെ സൂക്ഷിച്ച് ഹായ്, നല്ലൊരു പാന് കിട്ടി ഗൈസ്. ഹലോ ബ്രോ, ഇപ്പം കളിക്കാൻ പറ്റത്തില്ല ബ്രോ. നമ്മുടെ ടീമേറ്റ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട്. കാണുന്നില്ല. അടുത്തൊന്നും എവിടെ ജാക്കറ്റ് ഗൈസ്, ബ്ലൂ ജാക്കറ്റ്. ഇത് നമുക്ക് സിംഗിളായിട്ട് തുറന്നല്ല, സിംഗിൾ അടിച്ച് തുറന്ന് കളിച്ചാൽ 10 ഒരുമിച്ച് തീർച്ചയായും എനിക്ക് ആഗ്രഹം കേട്ടല്ല, പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ട്. കാരണം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. നമുക്ക് ലെഗ് സാധനം ചിലപ്പോൾ അടുത്ത് കൂടെ പോകാത്ത കറക്കിയിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ട. ഓരോന്നോരോന്നും കുറച്ചധികം കറക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 10 കറക്കിയിട്ട് നിർത്താം. അതായിരിക്കും നമുക്ക് ഉചിതമായിട്ട് തോന്നുന്നത്. ബൈക്കിൻ്റെ സ്കിന്ന് ഗൈസ്, ബൈക്കിൻ്റെ സ്കിന്ന് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇന്നത്തെ ബൈക്കിൻ്റെയോ സ്കൂട്ടറിൻ്റെയോ കാറിൻ്റെയോ പിന്നെ വന്നാലും മതി. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ദേശീയ വെച്ചിട്ട് അടിക്കണമെന്നൊന്നും യാതൊരു ആഗ്രഹമില്ല. നമുക്ക് ഇങ്ങനത്തെ സ്കിന്നിനോടോ അല്ലെങ്കിൽ ഇതിനോടൊന്നും ആഗ്രഹമില്ല. പിന്നെ നമ്മുടെ അടുത്ത് കൂപ്പൺ ഉണ്ടായതുകൊണ്ടും പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ കയറി അവസരം വരുമ്പോഴേ കറക്കുക എന്നുള്ളത് കൊണ്ടും ഉരുളണ്ട ആയിക്കോട്ടെ. സംഭവം ഉള്ളിൽ ഇത്തിരി വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ബാക്കി പ്ലേസിലൊക്കെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് എമൗണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് സ്വീകരിച്ചു ജീവിക്കുന്നു. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പം കുറേ കളിച്ചിട്ട് എന്നാലും കുഴപ്പമില്ല. ഒരു തലയിൽ വെക്കുന്ന ഒരു സംഭവം കിട്ടി, തലയിൽ വെക്കുന്ന സംഭവം കിട്ടി. ഈ കറക്കം എന്തോ ഒരു മാതിരി കറക്കാണ്. കറക്കില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കറക്കം കാണുമ്പോൾ നമ്മൾ ചുമ്മാ അങ്ങ് പ്രതീക്ഷിച്ച് പോകാന്നേ. ഷൂസ് ഗൈസ്, കറങ്ങിയിട്ട് കിട്ടുന്ന ഒരു ടൈം ലിമിറ്റഡോ അതിനടുത്ത് കിട്ടുന്ന ഷൂ അല്ലെങ്കിൽ ഒരു പാൻറ്റ് വിജയമേ നമുക്കെന്തായാലും തരാതിരിക്കില്ല. നമ്മളും അത്രയ്ക്കും ആത്മബന്ധത്തിലാണുള്ളത്. വിജയം നമ്മളെ കൈവിട്ടില്ല ഇല്ല എന്ന് നമുക്ക് ഉറക്കെ വിശ്വസിക്കാം. ഉറച്ച് വിശ്വസിക്കാം. ഈ ഡ്രസ്സ് രണ്ടാമതാണ് കിട്ടുന്നത്. എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടമാണ്. അടുത്ത് എന്ത് കിട്ടും നോക്കാം. ഗായ്സ്, ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ സിൽവർ ഫ്രാഗ്മെൻറ്റ്സും അതും കിട്ടുക. എനിക്ക് സിൽവർ ഇതുവരെയായിട്ട് കിട്ടിയില്ല കേട്ടോ. അത് നല്ല കാര്യമാണ്. ഈ ഷർട്ടും പാൻറ്റൊക്കെ കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഷർട്ട് എടുത്താൽ ഒരു 10-15 സിൽവർ കോയിൻസ് എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ കറക്കുമ്പം ഒരു 5 സിൽവർ കോയിൻ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടാറ്. അത്യാവശ്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പിന്നല്ല ഈ ഒരു ക്രേറ്റ് ഓപ്പണിങ്. തൊപ്പി ഗൈസ്, തൊപ്പി ഗൈസ് ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു പോയിന്റ് കൗണ്ട് കയറുമായിരുന്നു. നോക്കാം ഗൈസ്, ഒരു കുപ്പായല്ല വൈറ്റ് ഷർട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇത് കിട്ടാൻ വേണ്ടി ഇനി വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കുറേ കുത്തി കളിക്കണം. കുക്ക് ചെയ്തിട്ടൊന്നും പക്ഷെ അതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല കേട്ടോ. കാരണം നമ്മളിവിടെ സ്ക്രീനിൽ കിടന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്നതൊന്നും അതൊക്കെ എങ്ങനെ പബ്ജിക്ക് മനസ്സിലാവുക? അതിന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പ്യുവർ ലക്ക് അല്ലെങ്കിൽ എന്താ എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഓരോ ടൈം അതായിരിക്കും. പബ്ജി തോന്നുമ്പോൾ പബ്ജി റാൻഡമായിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അതായിരിക്കും ഇവരുടെ ലോജിക്ക്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കുറേ കുത്തി കളിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. നോക്കാം ഏതായാലും. വൈറ്റ് ഷർട്ട് ഗൈസ്, വൈറ്റ് ഷർട്ട് ഒരു 10-12 എണ്ണമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ. 12 എണ്ണമെങ്കിലാണ് പൂക്കളുള്ള ഷർട്ട് ഗൈസ്. പണ്ട് എനിക്ക് നമ്മളൊരു വൺ ഷോട്ട് മാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, ഫോറിൻ പ്ലെയറാണ്.
പുള്ളിയുടെ ഫാനായിരുന്നു ഞാൻ പണ്ട്. ഫാൻ എന്ന് പറഞ്ഞാൽ ഫാനല്ല, എന്താ പറയുക, പുള്ളി എനിക്കിഷ്ടമായിരുന്നു. പുള്ളി മറ്റേ ഷോട്ട് ഗൺ വെച്ചിട്ട് മാത്രമേ കളിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ക്ലാസിക് റേറ്റ് കറക്കിയ സമയത്ത്, കുറച്ചധികം ക്ലാസിക് റേറ്റ് കൂട്ടണം ഒരുമിച്ച് കറക്കിയ സമയത്ത് നമുക്ക് പുള്ളി ഉപയോഗിക്കുന്ന ഒരു റെഡ് കളറിൽ പൂവുള്ള ഷർട്ടൊക്കെ യൂസ് ചെയ്യണം. നമ്മളെ വീഡിയോസിലുണ്ട്. നമ്മൾ മുന്നേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ക്ലാസിക് റേറ്റ് കൂട്ടുന്നത്. നല്ലൊരു വീഡിയോ ആണ്, താല്പര്യമുള്ളവർക്ക് വീണ്ടും കാണാം. എന്തായാലും ഗായ്സ്, നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മൾ വലിയ കൂടുതലായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് പോലെ ഇരിക്കും നമ്മുടെ എല്ലാവരുടെ സഹകരണങ്ങളും പ്രതീക്ഷിക്കും. ഗായ്സ് വീണ്ടും ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കാം അടുത്തത് എന്താണെന്ന് നോക്കാം. ഷൂസ് നമ്മൾ വീണ്ടും ലോബിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ ചുമ്മാ ഓരോന്നിടത്ത് നോക്കുകയാണ് ഗൈസ്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുകയാണ്. കുറേ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ മടുത്തു. പക്ഷെ നമ്മളൊരു കോൺഫിഡൻസ് ഇപ്പോഴും പോകുന്നില്ല. ഇതറിയാതെ ഞെക്കിപ്പോയതാണ് കേട്ടോ, അറിയാതെ അടിച്ചു പോയതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിക്കാം, ആരും ബേജാറാവണ്ട. പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ച് ശരിയാക്കി തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിനി ക്രേറ്റ് ഓപ്പൺ ചെയ്യണം. പക്ഷേ 158 കോയിനെ ഇനി ബാക്കിയുള്ളൂ ഗൈസ്. പക്ഷേ ഇല്ല, നമ്മൾ കൈവിടത്തില്ല. BGMI നമ്മൾ കൈവിടത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഒരു ഗ്ലേഷ്യർ നമുക്ക് തരും. ഗ്ലേഷ്യർ അല്ലെങ്കിൽ മിത്തിക് ഐറ്റംസ് എങ്കിലും നമുക്ക് തരും ഗൈസ്. BGMI അങ്ങനെയാണ് നമ്മളും BGMI തമ്മിലുള്ള ഒരു ആത്മബന്ധം. അങ്ങനെയാണ്. തരുമോ ഗൈസ്? തരുമോ? നോക്കട്ടെ ഗായ്സ്. ജാക്കറ്റ് ഗായ്സ് തന്നു തന്നെ വീണ്ടും തരുന്നു ഗായ്സ്. എന്നിരുന്നാലും BGMI നമുക്ക് തരും ഗായ്സ്. BGMI നമുക്ക് ഗ്ലേഷ്യർ തരും. ഗ്ലേഷ്യർ ഗായ്സ്, ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഒരു മിത്തിക് ആ ഷർട്ടോ പാൻറ്റോ എന്തെങ്കിലും തരൂ. മിത്തിക്കിട്ട് എന്തെങ്കിലും തരൂ ഗായ്സ്. ഗായ്സ് കറക്കം മാത്രം തളർത്തുവാണ് ഗായ്സ്, തളർത്തുവാണ്. കറങ്ങാതെ കാണിച്ചോളൂ, കുഴപ്പമില്ല. കറങ്ങിയിട്ട് നമ്മളെ പറ്റിക്കല്ലേ BGMI. കൊന്നോളൂ, പക്ഷെ നമ്മളെ പറ്റിക്കരുത് ഗായ്സ്. കൊള്ളാം. നമുക്ക് ആ തലേൻ്റെ തൊപ്പിയോ ഡ്രസ്സോ മിത്തിക് ഐറ്റംസ് വരെ മിത്തിക് ഫാഷനെങ്കിലും ആക്കായിരുന്നു. നോക്കാം ഗായ്സ്. BGMI നമ്മളെ കൈ വിടത്തില്ലല്ലോ. നമ്മളടുത്ത് അത്രയും കൂപ്പൺസും ഉണ്ട്, നമ്മൾ അത്രയും എഫേർട്ട് ഇതിലുണ്ട്. അത്രയും നമ്മൾ BGMI ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും BGMI M4 ഗ്ലേഷ്യർ തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. BGMI തരൂ ഗായ്സ്, ഗ്ലേഷ്യർ തരൂ. തുറക്കുന്നു. ഷൂസ് ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ഷൂസാണ്. വേറെ എന്തെങ്കിലും തരുമോ? വേറെ ഒരു മിത്തിക്കോ അല്ല ജനറൽ എന്തെങ്കിലും. ഇനി ഷൂസ് ഗൈസ്. ഇതിൽ അടിവശത്തുള്ളത് മാത്രമാണോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പ്രാവശ്യം 10 എണ്ണം കറക്കാം എന്തായാലും. തപ്പേ ഇത് ലാസ്റ്റ് കറക്കില്ല കേട്ടോ അവസാനത്തെ. ഗായ്സ് എന്താണ് ഗായ്സ് നമ്മൾ ഈ കാണുന്ന ഗ്ലേഷ്യർ ഗായ്സ്. എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നോ, ഗ്ലേഷ്യർ ഒക്കെയാണോ ഇത്? സ്വപ്നമാണോ ഇത്? എന്താ നമ്മൾ ഈ കാണുന്നേ? കൊള്ളാം ഗായ്സ്. അങ്ങനെ നമ്മൾ BGMI ഞാൻ പറഞ്ഞില്ലേ, BGMI നമുക്ക് സ്നേഹമുള്ള ആളാണ് BGMI. നമ്മൾ BGMIനെ സ്നേഹിക്കുമ്പോൾ നമ്മളെയും BGMI സ്നേഹിക്കുന്നുണ്ട് ഗായ്സ്, സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് നാളത്തെ ഈ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മളെ ഗ്ലേഷ്യർ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗായ്സ്. നേരെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടേക്കാം. പിന്നെ അതിൽ ഓൾറെഡി വന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഞാനത് വായിക്കാൻ നിൽക്കില്ല. ജസ്റ്റ് ഹാപ്പിന്ന് വെച്ചിട്ട് ഒരു ലവ് ചിഹ്നം കൂടി ഇടാൻ നിൽക്കുകയാണ്.
എന്തായാലും BGMI ഒരുപാട് നന്ദിയുണ്ട് BGMI. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ടെൻഷൻ ഇതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നാണല്ലോ ഗായ്സ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ഗ്ലേഷ്യർ നമ്മൾ സ്വന്തമായി ജീവിക്കുകയാണ്. നമ്മളെ അക്കൗണ്ടിൽ ഇനി ഗ്ലേഷ്യർ അങ്ങനെ കിടക്കും. പക്ഷെ ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കടമ്പയാണെന്ന് എനിക്ക് തോന്നുന്നത് ഗായ്സ്. ഇതിങ്ങനെ കാണുമ്പോൾ എന്താ അറിയില്ല, നോക്കിയിരുന്ന് ഇങ്ങനെ പോവുക ഗായ്സ്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഫസ്റ്റ് നമുക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന വൈറ്റ് ഷർട്ട്, പിന്നെ ഒരു മാസ്ക്, പിന്നെ ഒരു ഷൂസ്, പിന്നെ ബ്ലാക്ക് പാൻറ്. ഗായ്സ് നോക്ക് ഗായ്സ്, നമുക്ക് ക്ലാനിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം. എന്തായാലും ക്ലാനും സെൻഡ് ചെയ്തു ഗായ്സ്. അങ്ങനെ നമ്മൾ M4 നമ്മളെ കയ്യിലിട്ടുണ്ട്, കയ്യിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. ഇനി നമ്മൾ കൂടുതൽ നടക്കുന്നില്ല. ഇനി നമുക്ക് നേരെ നമുക്ക് എന്തൊക്കെ കിട്ടിയതെന്ന് നോക്കാം ഗായ്സ്. 138 കോയിൻ ഇപ്പോഴും ബാക്കിയിട്ട് ഗായ്സ്. പൊളി 300 കോയിനിൽ ഏകദേശം പകുതിയിലധികം നമ്മൾ ചിലവാക്കി. എന്നാലും കുഴപ്പമില്ല. എവിടെ പോയി നമ്മുടെ M4? എവിടെ? ഇതേ കിടക്കുന്ന കിടപ്പ് കണ്ട ഗൈസ്, കിടക്കുന്ന കണ്ട. നമ്മുടെ കയ്യിൽ ഓൾറെഡി 3 മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ 3 മെറ്റീരിയൽ കൊണ്ട് ഒറ്റ ഇതേ കൂട്ടാൻ പറ്റുള്ളൂ തോന്നുന്നു. ഇനി ഇതിലേക്കൊക്കെ മെറ്റീരിയൽ നമുക്കില്ല, ഷോർട്ടാണ്. എന്തായാലും അവിടെ കിടക്കട്ടെ. നമുക്ക് RP മേടിക്കുമ്പോൾ എന്തായാലും മെറ്റീരിയൽ കുറച്ച് കിട്ടും. അങ്ങനെ കുറച്ച് കിട്ടിയിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ വിശ്വാസം. അതിന് മുന്നേ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലവരായ കാണികൾ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലാതെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വെറുതെ വെച്ച് കാണാം. എന്തായാലും നമ്മൾ കാത്തിരിക്കും. നമ്മൾ 6 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് M4 ഗ്ലേഷ്യർ നമ്മൾ കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഗായ്സ്, നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിലും ഇതേപോലെ ക്രേറ്റ് കൂപ്പൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക, നിങ്ങളും സൂക്ഷിച്ച് വെക്കുക. ഇത് മുന്നേ കിട്ടിയൊരു DP ആണ് കേട്ടോ. പക്ഷേ ഇത് എന്തോ ഒരു ലക്കി സ്പിന്നിൽ എന്തോ വന്നതാണ്. പക്ഷേ ഞാൻ ഫ്രീ ആയിട്ട് കറക്കിയപ്പം കിട്ടിയതാണ്. അത് ഒറ്റ കറക്കലിനെ തന്നെ എനിക്ക് DP കിട്ടി. ആ ഒരു ലക്കിൻ്റെ പുറത്ത് കിട്ടിയതാണ്. പിന്നെ ഞാൻ ഈ ഒരു സംഭവങ്ങൾ വെച്ച് അപ്ഗ്രേഡ് ചെയ്തെടുത്തു. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം തോന്നുന്നു അതൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ടില്ലായിരുന്നു തോന്നുന്നു. കാരണം ഗ്ലേഷ്യർ അപ്ഗ്രേഡ് ചെയ്യായിരുന്നേ. പിന്നെ ക്ലാസിക് റേറ്റ് കൂടുതലും പ്രീമിയത്തിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ കറക്കാതെ വെച്ചിരുന്നത്. ഇങ്ങനൊരു സംഭവം വരുന്നത് എനിക്ക് അറിയത്തില്ല. എന്നെ ഹാക്കറാന്നൊന്നും വിളിച്ചേക്കരുത് ആരും. അല്ലെങ്കിൽ കളിക്കുമ്പം ഹാക്കറാന്ന് വിളിക്കുന്നുണ്ട്. ആകെ ഒരു മാച്ചിൽ 10 പേരെയോ 12 പേരെയോ കൊല്ലുമ്പോഴത്തേക്ക് ഹാക്കറാന്നുള്ള പേര് വീഴും. എന്നാലോ റിയൽ ഹാക്കേഴ്സോ 20, 25, 30 കൊന്നിടുമ്പോൾ അവരൊക്കെ കൂളായിട്ട് ജീവിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 4 പ്ലേയേഴ്സിനെ പുരപ്പുറത്ത് കയറിയിരുന്ന് അടിച്ചിട്ടേനെ അവന്മാർ റിപ്പോർട്ട് അടിച്ചിട്ട് ഞാൻ 15 മിനിറ്റ് ബാനായി. 15 മിനിറ്റ് ഗായ്സ്, നിങ്ങളിത് മനസ്സിലാക്കണം. ഒരു റിയൽ പ്ലെയറിൻ്റെ വേദനയാണ് ഗായ്സ്. എന്തായാലും M4 ഗ്ലേഷ്യർ അടിപൊളിയായിട്ടുണ്ട്. ഗ്ലേഷ്യർ എന്ത് ചെയ്യും? ഗ്ലേഷ്യർ കയ്യിൽ നിന്ന് പോയല്ലോ ഗായ്സ്. നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ആ ഡ്രസ്സ് സെറ്റ് ചെയ്യാം. നല്ല രസമുണ്ട്. വൈറ്റ് ഫുൾ വൈറ്റ് കോംബോ നല്ല രസമുണ്ട്. വൈറ്റും ബ്ലൂവും വരുന്ന കോംബോ ഡ്രസ്സ് രസമുണ്ടല്ലേ ഗൈസ്. ഒക്കെ കഴിഞ്ഞ് ഗണ്ണെടുക്കാൻ മറന്നുപോയി. എവിടെ എൻ്റെ ഗ്ലേഷ്യർ എന്ത് ചെയ്യും? ഇപ്പോഴാണ് ശരിയായത്. ഒക്കെ കഴിഞ്ഞ് DP കയ്യിലിപ്പിച്ചിരിക്കുക. ഈ ഗ്ലേഷ്യർ ഇട്ടിട്ട് അത് ലോബിയിലിട്ട് ഷോ ഓഫ് കളിക്കണ്ടേ ഇനി കുറച്ച് കാലത്തേക്ക്. ഇതും പുതിയ ഗണ്ണാ തോന്നുന്നല്ലോ. ഇതൊരു ഹെഡ് ഗിയർ കിട്ടിയിരുന്നല്ലോ. കൊള്ളാം. ഗ്ലേഷ്യറിൻ്റെ ഹെഡ് ഗിയർ തോന്നുന്നു കേട്ടോ. അത് കൊള്ളാം. ഗ്ലേഷ്യറിൻ്റെ തോക്കവിടെ തോക്കെടുക്കൂ. ഇതും കൂടി നമ്മളാണ് മാച്ചാവുന്നത്. ഇത് ഫുൾ അപ്ഗ്രേഡ് ചെയ്താൽ ഈ ഗ്ലേഷ്യർ കിടന്ന് തിളങ്ങും കേട്ടോ ഗൈസ്. ഗ്ലേഷ്യർ ഇങ്ങനെ കിടന്ന് തിളങ്ങും. എന്നിരുന്നാലും ഗൈസ്, ഇത്രയും നേരം എൻ്റെ കൂടെ ഈ BGMIൻ്റെ സ്പിന്ന് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ഈ ക്രേറ്റ് ഓപ്പണിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വക നന്ദി. ഇനി ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ പാക്കലാം.